ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിന് ജനുവരി 2-ന് തുടക്കമാകും. 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവം കാണാൻ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക. പെരിയാർ തീരത്ത് വെള്ളാരപ്പള്ളി തെക്കുംഭാഗം കരയിലാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഒരേ ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശിവനെയും മഹാദേവന്റെ പുറകിൽ പടിഞ്ഞാറ് ദർശനമായി പാർവതീദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവൻ മുഖ്യപ്രതിഷ്ഠയാണെങ്കിലും പാർവതീദേവിക്കാണ് കൂടുതൽ പ്രസിദ്ധി. സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ പ്രാധാന്യം. ശ്രീ പാർവതി ദേവി ഒരു നവവധുവായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ എന്നാണ് പറയണത്. നവവധു എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ചുറ്റും സഖിമാർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് എപ്പോഴും സ്ത്രീകൾ മുൻപിൽ ഇങ്ങനെ നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവരെ വളരെ സന്തോഷമായിട്ട് അവർക്കാണ് പ്രാധാന്യം. അവരാണ് മംഗല്യത്തിനും ഭർത്താക്കന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം അഭിവൃദ്ധിക്കും അമ്മയെ ആശ്രയിക്കുന്നത് ഈ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകൾ തന്നെയാണ് ഇവിടെ അമ്മയെ ഏറ്റവും കൂടുതൽ ആണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീകൾക്ക് പ്രാധാന്യം. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പാടില്ലല്ലോ. പക്ഷേ നേരെ വിപരീതമാണ്. ഇവിടെ സ്ത്രീകളെ മുൻപിൽ കണ്ടാലാണ് അമ്മയ്ക്ക് തൃപ്തിയാവുക. അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, പ്രത്യേകിച്ച് നവവധുക്കൾ, പിന്നെ മംഗല്യ ഇത് അവർ ചേർന്ന് നിന്ന് ഭാര്യയും ഭർത്താവും ആണെങ്കിലും അങ്ങനെ ഒരു നിയമം കൂടി ഇത് ഭഗവതിക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതാണ് അമ്മയ്ക്ക് അങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, സതീദേവി, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന പാർവതീദേവിയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർ മനയുമായും പറയിപെറ്റ പന്തിരുകുലവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നു. പണ്ടുകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നുവെന്നും പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു എന്നുമാണ് വിശ്വാസം. അതായത് ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴേ പാർവതീദേവിയുടെയും ശിവൻ്റെയും നട എല്ലാ ദിവസങ്ങളും തുറന്നിരുന്നു. അപ്പം അങ്ങനെ അന്നത്തെ ഒരു പതിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവന് വേണ്ട എല്ലാ ദ്രവ്യങ്ങളും, അതായത് പായസത്തിനും അതുപോലെ തന്നെ നേദ്യത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും തിടപ്പള്ളി കൊണ്ടുവയ്ക്കും. ശർക്കര, അവിൽ, അതുപോലെ തന്നെ നാളികേരം, അരി, ഇതെല്ലാം കൊണ്ട് വയ്ക്കും. അത് കഴിഞ്ഞ് ഇദ്ദേഹം ആ തിടപ്പള്ളിയുടെ വാതിലടച്ച് മേശാന്തി പോരും. മേശാന്തി പോന്ന് അഭിഷേകം, മലർ നിവേദ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ തിടപ്പള്ളി ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പാകം ചെയ്തിരിക്കുന്ന കാണാം. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം അതെല്ലാം കൊണ്ടുവച്ച് കഴിയുമ്പോൾ ആരാ ഇതിങ്ങനെ ഇതെല്ലാം പാകം ചെയ്യണമെന്ന് ഒരു അത്ഭുതമായിട്ട് തോന്നിയിരുന്നു. എന്നാൽ ആരും അവിടെ പോയി നോക്കാൻ പാടില്ല എന്നാണ് അലിഖിത നിയമം. അതുകൊണ്ട് ആരും പോയി നോക്കാറുമില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ അകവൂർ മനയിലെ ഒരു കാരണവർക്ക് അദ്ദേഹത്തിനൊരു ജിജ്ഞാസ തോന്നി. അദ്ദേഹം വലിയൊരു ഭക്തനാണ്, വലിയ മറ്റേ ശിവഭക്തനാണ്. എങ്കിലും അദ്ദേഹം അത് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി ഒരു ദിവസം. അത് നോക്കിയപ്പോൾ പാർവതീദേവി തന്നെ സർവാഭര വിഭൂഷിതയായിട്ട് ഈ തിടപ്പള്ളിയിൽ ഇതെല്ലാം പാകം ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അയ്യോ അമ്മയെ നികുതമ്പികയെ എന്ന് ഉറക്കം നിലവിളിച്ചു. ഇത് കണ്ടപ്പോൾ പാർവതീദേവിക്ക് യഥാർത്ഥ കോപം ഉണ്ടായത്. കാരണം ഭക്തനാണെങ്കിലും അരുതാത്തത് ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഉടമസ്ഥനാണെങ്കിലും അതിവാഴത്തത് ചെയ്യുമ്പോൾ ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം കാൽക്കൽ വീണു. അയ്യോ ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി
അപ്പോൾ പാർവതി പറഞ്ഞു ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്ക് വഴിയിടെങ്കിലും ഇവിടെ സാന്നിധ്യം ഉണ്ടാവണം എന്നും അതുപോലെ തന്നെ ദർശനം നൽകാനുള്ള അവസരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാർവതീദേവി മനസ്സലിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭക്തിയൊക്കെ കണ്ടപ്പോൾ എന്നാൽ 12 ദിവസം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അന്ന് വരുന്നവർക്ക് ദർശനം നൽകും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ നട അടഞ്ഞു കിടക്കും, പക്ഷേ എന്നാലും എൻ്റെ സാന്നിധ്യം ആ ദിവസങ്ങളിലൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി എന്നാണ് വിശ്വാസം. ശിവപാർവതിമാർക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര 3 ഊരാള കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ട അകവൂർമനയിൽ നിന്നാണ് പുറപ്പെടുന്നത്. കുലദൈവമായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം അകവൂർമനയിലെ കാരണവർ ക്ഷേത്രം ഭാരവാഹികൾക്ക് തിരുവാഭരണങ്ങൾ കൈമാറുന്നതോടെ ഘോഷയാത്ര പുറപ്പെടും. പ്രത്യേക രഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും. തിരുവാഭരണം ക്ഷേത്രത്തിലെത്തിച്ച ശേഷം മേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ തോഴിയായ പുഷ്പിണി ആവശ്യപ്പെടുകയും അതനുസരിച്ച് നട തുറക്കുകയും ചെയ്യുന്നു. ഇതോടെയാണ് നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമാകുന്നത്. ഇത്തവണ ജനുവരി 2-നാണ് നട തുറപ്പ്. ഈ ദിവസങ്ങളിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ അടക്കമുള്ള സംവിധാനങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള 2 വലിയ പന്തലുകൾ, സ്ഥിരം പന്തലുകളാണ്. അത് നിലവിലുണ്ട്. അതിലിപ്പോൾ ക്യൂ സിസ്റ്റം ഏതാണ്ട് അതിൻ്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു. 2 തരം ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് വെർച്വൽ ക്യൂവും മറ്റൊന്ന് ജനറൽ ക്യൂവും. ജനറൽ ക്യൂ ഏത് സമയത്ത് വരുന്നവർക്കും അതാത് സമയത്ത് വന്ന് ദർശനം നടത്താനുള്ളൊരു സൗകര്യമുണ്ട്. വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് സമയം കൊടുക്കുമ്പോൾ ആ സമയത്താണ് വന്ന് ദർശനം നടത്തുന്നത്. ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് പുറമെ നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവാഹവും ട്രസ്റ്റ് നടത്തിക്കൊടുക്കുന്നുണ്ട്. നിർധനരായ കുട്ടികൾക്ക് വിവാഹപ്രായമെത്തിയ നിരവധി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേര് നിർധനരായ കുടുംബങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ട് മംഗല്യം നടത്തിക്കൊടുക്കുന്ന ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ. ഏകദേശം ഒരു 139 പേരോടത്തോളം മംഗല്യം ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഒരു വർഷം ഏകദേശം ഒരു 10-12 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം, ആ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിർധനരായ കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തോടെ ഉത്സവം ഗംഭീരമാക്കാനാണ് തീരുമാനം. ആ മീറ്റിംഗ് വിളിച്ചു കഴിയുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉത്സവം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയും അതനുസരിച്ച് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി ഉത്സവം ഭംഗിയാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാദേവനെ എള്ളുപറ നിറമാക്കുന്നത് ഉദരരോഗശമനത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസവും ഐതിഹ്യവും. ശ്രീപാർവതി ദേവിക്ക് മഞ്ഞൾപ്പറ, പട്ട്, താലി, പുടവ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. സതീദേവി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം. മംഗല്യ സൗഭാഗ്യത്തിനായും സന്താനഭാഗ്യത്തിനായും ക്ഷേത്രം സന്ദർശിക്കുന്നവരാണ് ഏറെ പേരും. എല്ലാ ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെ മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും വഴിപാടുകളെല്ലാം ഇവിടെ നടത്തും. ഒപ്പം തന്നെ ഇവിടെ പ്രാധാന്യം വിവാഹ വിഷയങ്ങൾക്കാണ്. വിവാഹ വിഷയം മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രധാനം. അത് ഇവിടെ ശ്രീപാർവതി മഹാദേവൻ്റെ കൂടെ താമസിക്കണമെന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള ശിവനല്ല, ശ്രീപാർവതി സമേതനായിട്ടുള്ളതാണ്. അതും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. ഈ 12 ദിവസം മാത്രമേ ഭഗവതിയെ ദർശിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ കുട്ടികളെ വിവാഹ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്ന് പട്ടും എണപ്പുടവ ചാർത്തുക എന്നാണ് എടപ്പുടവയും വാൽക്കണ്ണാടിയും പട്ടുമൊക്കെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം അമ്മയുടെ നട തുറക്കുന്നതിന് മുമ്പേയൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പിന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടും താലിയും
കൂടി നടക്കി വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിവിടെ വെച്ച് രണ്ടുപേരും കൂടി വിവാഹം കഴിഞ്ഞാൽ വധൂവരന്മാർ ഇവിടെ വന്ന് പട്ടും താലിയും നടക്കി വെച്ച് മഞ്ഞൾപ്പറയൊക്കെ നിറച്ച് പ്രാർത്ഥിച്ച് പോവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്ത് ചെയ്യുന്ന ഒരു വഴിപാട്. പിന്നെ സന്താന വിഷയങ്ങൾക്കൊക്കെ ഇവിടെ തൊട്ടിൽ നടക്കി വെച്ച് അമ്മയുടെ നടക്കി തൊട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. അതിനൊപ്പം തന്നെ കുട്ടികളുണ്ടായാൽ ഇവിടെ വന്ന് മഹാദേവൻ്റെ അടിമ കിടത്തി ചോറ് കൊടുത്തോളാൻ നേർന്ന് സമർപ്പിച്ച് പോയാൽ മതി. അപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സാധിക്കും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. തിരുവൈരാണിക്കുളത്ത് എത്തുന്ന ഭക്തർ കുട്ടമന ക്ഷേത്രത്തിലും ദർശനം നടത്തും. ശങ്കരാചാര്യരുടെ ശാപവും അനുഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കുട്ടമന ക്ഷേത്രത്തിനുള്ളത്. കുട്ടമന ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ശാപവും അനുഗ്രഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഉള്ളത്. ഏകദേശം ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പാണ് ശങ്കരാചാര്യർ ഈ കുട്ടമന അമ്പലത്തിൽ വന്നത്. അത് കുട്ടമന ഒരു ഇല്ലക്കാരുടെ അമ്പലമായിരുന്നു. അത് കുട്ടമന എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടും സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ള ഒരു ഇല്ലായിരുന്നു. അവിടെ ഭിക്ഷയാചിച്ച് ശങ്കരാചാര്യർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഏകാദശിയാണ്, ഇന്നിവിടെ ഒന്നും വച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാര്യമായിട്ടൊന്നും സ്വീകരിച്ചില്ല, ബഹുമാനപൂർവ്വം ഒന്നും സ്വീകരിച്ചില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് എന്നിട്ട് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അതിൽ അതൃപ്തനായിട്ട് അദ്ദേഹം അവിടെ നിന്ന് അടുത്തുള്ള ഒരു ഇല്ലാണ് അഘോർമന. ഇവിടെയുള്ള അടുത്തുള്ള ഒരു പെരിയാറിൻ്റെ തീരത്തുള്ളൊരു ഇല്ലാണ് അഘോർമന. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ നൽകി അദ്ദേഹത്തിന് യാത്രയാക്കി. അതിൽ വളരെ സന്തുഷ്ടനായ അദ്ദേഹം കുട്ടമന സ്വത്ത് മുഴുവൻ ഇനി അഘോർമനക്കിലേക്ക് ലയിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അഘോർമനക്കിലേക്ക് ഈ സ്വത്ത് വന്നു ചേർന്നത്. അത് കുട്ടമന അവരുടെ സന്താനങ്ങൾ ഇല്ലാതെയായി. അവസാനം അത് രാജാവിൻ്റെ കയ്യിലായി. രാജാവ് പിന്നെ അവരത് ഒരു മനയിലെ സ്വത്ത് ഏറ്റെടുക്കില്ല. അപ്പോൾ ആ രാജാവ് അടുത്തുള്ള മനയായിട്ടുള്ള അഘോർമനക്കിലേക്ക് ആ സ്വത്ത് എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇവയ്ക്ക് പുറമെ കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി 8 ദിവസത്തെ മഹാദേവന്റെ ഉത്സവമുണ്ട്. ഇവ കൂടാതെ ശിവരാത്രി, നവരാത്രി, മണ്ഡലകാലം തുടങ്ങിയവും ഇവിടെ വിശേഷമാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.